തിരുവനന്തപുരത്ത് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ കന്നിമൂലയിലാണ് ബാത്റൂം ഉള്ളത്. ഒരു ദിവസം ഹരി പത്മനാഭപുരമായിട്ട് ഞാൻ എടുത്തു. പുള്ളി പറഞ്ഞു കന്നിമൂലയിലും കാര്യമൊന്നുമില്ല. കന്നിമൂലയിലും ബാത്റൂം വന്നാൽ നശിപ്പാണ്, അത് സത്യമാണ്. സ്ത്രീകൾക്ക് രോഗങ്ങൾ വരും, സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ രോഗങ്ങളൊക്കെ വരും. ഞാൻ കോടീശ്വരനാണ്, നല്ല കാര്യം. ഇപ്പം ഞാൻ ദരിദ്രനാണ്, എന്ത് സംഭവിച്ചു? ഞാനൊരു വീട് വെച്ചു. കറുക നല്ലതാ, കന്നിമൂല ഗണപതി, കന്നിമൂല ഗണപതിയെ കറുക കട്ട നല്ലതാ, വളരെ നല്ലതാ. വരുത്തുപോക്ക് എങ്ങനെയാണ്? വരുത്തുപോക്ക് നല്ല ക്ഷേത്രങ്ങളോട് സമീപിച്ച് നമ്മളൊരിക്കലും ശിവക്ഷേത്രം, മഹാദേവന്റെ ക്ഷേത്രം, അതേപോലെ ഭദ്രകാളി ക്ഷേത്രം, നരസിംഹക്ഷേത്രം, ഇതിൻ്റെ അടുത്തൊന്നും വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഹനുമാൻ ഉപാസന ചെയ്യുന്ന ഇച്ചിരി റിസ്ക് ഉള്ള ഉപാസന ഇല്ല എനിക്ക്, പ്രാർത്ഥന. ഹനുമാനെ ഉപാസന റിസ്ക്കാ, ഭയങ്കര പ്രശ്നമാണ്. അവിടെ പൂജാരികൾക്കൊന്നും ഉപാസന ഉണ്ടാവില്ല. ഹനുമാൻ ഉപാസനയ്ക്ക് ബ്രഹ്മചര്യമൊക്കെ നോക്കേണ്ടി വരും. ഈ വരുത്തുപോക്ക് കാണാൻ പറ്റും നമുക്ക്? വരുത്തുപോക്ക് കാണുകയല്ല, നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. ഈ വാസ്തുശാസ്ത്രപരമായിട്ട് കന്നിമൂല വരുത്തുപോക്കുള്ള ഭൂമി ഇവിടെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലരും വലിയ വീടുകളൊക്കെ വെച്ചിട്ട് അവസാനം കന്നിമൂലയിലെ പ്രശ്നം കൊണ്ട് പൊളിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ കന്നിമൂലയിലാണ് ബാത്റൂം ഉള്ളത്. ഒരു ദിവസം ഹരി പത്മനാഭപുരമായിട്ട് ഞാൻ എടുത്തു. പുള്ളി പറഞ്ഞു കന്നിമൂലയിലും കാര്യമൊന്നുമില്ല, കൊട്ടാരത്തിന്റെ കന്നിമൂലയ്ക്ക് ബാത്റൂം ഉണ്ട്, അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ സത്യത്തിൽ കന്നിമൂല എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? കന്നിമൂലയിലും ബാത്റൂം വന്നാൽ നശിപ്പാണ്, അത് സത്യമാണത്. സ്ത്രീകൾക്ക് രോഗങ്ങൾ വരും, സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ രോഗങ്ങളൊക്കെ വരും, അത് ഉറപ്പാണ്. ദാമ്പത്യ ജീവിതം മോശമായിരിക്കും. കന്നിമൂലയിലാണ് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം വേണ്ടത്. ഒരു ഗ്രഹത്തിന്റെ മാസ്റ്റർ ഏറ്റവും വലിയ റൂം അതായിരിക്കും. സെക്കൻഡാണ് അടുക്കള വരുള്ളൂ. അപ്പം അടുക്കളയൊക്കെ വലുതാണല്ലോ, പണ്ട് അടുക്കള ചെറുതായിരുന്നു. പക്ഷേ ഈ കന്നിമൂലയിലെ ബെഡ്റൂമിനേക്കാൾ കുറച്ച് ചെറുതായിരിക്കും അടുക്കള. തെക്ക് കടിഞ്ഞാറ് മൂല ഒരിക്കലും ഒഴിഞ്ഞു നടക്കാൻ പാടില്ല. നല്ല ജാതകപരമായി നല്ല രീതിയിൽ ഉന്നതി എനിക്കാണ്. ജാതകത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സമയമാണ്, ശുക്രൻ അടിച്ചിരിക്കുന്ന സമയമാണെന്ന് വെച്ചു. ഈ സമയത്താണ് ഈ കന്നിമൂലയിൽ ഈ ബാത്റൂമുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾ. അപ്പം സ്വാഭാവികമായിട്ടും ദോഷം ബാധിക്കും. തീർച്ചയായിട്ടും. ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ഞാൻ കോടീശ്വരനാണ്, നല്ല കാര്യം. ഇപ്പം ഞാൻ ദരിദ്രനാണ്, എന്ത് സംഭവിച്ചു? ഞാനൊരു വീട് വെച്ചു, നല്ല വില, കാശൊക്കെ ഉണ്ടായിരുന്നു, കടമൊന്നുമല്ല, ലോണൊന്നുമില്ല, വീട് വെച്ചു. ആ വീട്ടിൽ കയറിയപ്പോൾ നശിപ്പാണ്, എല്ലാം ബിസിനസ്സൊക്കെ പൊളിഞ്ഞല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഒറ്റ വാക്ക് ചോദിച്ചു, ആരോടും ചോദിക്കണ്ട, കന്നിമൂല ഒഴിഞ്ഞു കിടക്കും. കന്നിമൂല എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാകും. തെക്ക് പടിഞ്ഞാറ് മൂല അതും അറിഞ്ഞൂടാകും. സൂര്യോദയത്തിൽ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ പ്രവേശമായിട്ട് വരുമല്ലോ, കന്നിമൂലയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കന്നിമൂല ഒഴിഞ്ഞെടുക്കാം, കാർ ഷെഡാണെന്ന് പറഞ്ഞു. കാരണം തെക്കോട്ട് ദർശനമുള്ള വീടാത്രേ, കാർ ഷെഡാണെന്ന് പറഞ്ഞു. നമ്മൾ അത് കാരണം പ്രശ്നം, നിങ്ങളെ കാർ ഷെഡ് മാറ്റി, ഇപ്പോൾ 10 പൈസയില്ല, അതുകൊണ്ട് കാര്യമില്ല, ഇതെങ്ങനെയും ഒന്നുകിൽ ഇത് വിൽക്കാൻ ആരും മേടിക്കില്ല, അതെങ്ങനെയെങ്കിലും നിങ്ങൾ ഭിത്തി വെച്ച് കെട്ടി ഉറപ്പിക്കുക, നിങ്ങൾക്ക് മാറ്റം വരുന്നു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പം അത് ഭിത്തിയൊക്കെ വെച്ച് കെട്ടി എന്തോ കുളവൊക്കെ വെച്ച് ശരിയാക്കി, വ്യത്യാസം വന്നു. കന്നിമൂല ഒഴിഞ്ഞെടുക്കാൻ പാടില്ല. കന്നിമൂലയിൽ കിണർ, ബാത്റൂം ഒന്നും വരാൻ പാടില്ല. വരാന്ത വരില്ലല്ലോ കന്നിമൂല, റൂമല്ലേ വരുന്നത്. കന്നിമൂല എപ്പോഴും റൂമാ വരിക. ചെറിയ വരാന്തയൊക്കെ വരാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കന്നിമൂല റൂം വേണം. എന്റെ വീടിന്റെ കന്നിമൂലയ്ക്ക് 2 മുകളിലും താഴെ വരാന്ത, അത് ചെറിയ വരാന്തയല്ലേ, അതൊന്നും അത് ചുറ്റുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കന്നിമൂലയില് ഇത് വരാൻ പാടില്ല, ഗേറ്റ്, കാർ ഷെഡൊന്നും വരാൻ പാടില്ല. ഞാൻ പണ്ടേ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത കാലത്ത് വീട് പണി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ കുറച്ച് ഗപ്പികളെ വളർത്തി, ഗപ്പി മീൻ. അപ്പോൾ അത് ഈ ഒരു വലിയ ടാങ്കാണ്. അപ്പോൾ ആ ടാങ്കിൻ്റെ അടപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വലിയ അടപ്പ്, ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ഗപ്പി ഇട്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ ജോൽസിനെ പോയി കബഡി തരുന്നത് സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഒരു ജോൽസിൻ്റെ പുതിയതായിട്ടൊരു ജോൽസിനെ പരീക്ഷിക്കാൻ ഞാൻ പോയി. അന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കബഡിയൊക്കെ തട്ടി കുറേ നേരം ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചു, കന്നിമൂലയിലൊരു ജലസാന്നിധ്യം ഉണ്ടല്ലോ ഒരു ഇത്. അത് കബഡിയൊക്കെ അറിയാൻ പറ്റും നമുക്ക്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അപ്പൊ ഇതേ ചോദ്യം ചോദിച്ചു, കന്നിമൂല എന്ന് പറയുമ്പോൾ എനിക്കറിയാം പടിഞ്ഞാറൊക്കെ ഞാൻ ഇല്ലല്ലോ, കിണറവിടാ. ഞാൻ പറഞ്ഞില്ല, അതിന് നേരെ ഓപ്പോസിറ്റ്. ഞാൻ പെട്ടെന്ന് ഒരു ഫിഷ് ടാങ്ക് ഇരിപ്പുണ്ട്, എടുത്ത് കളഞ്ഞോ, മാറ്റിക്കോളാൻ പറഞ്ഞു. അതെങ്ങനെ അത് നമുക്ക് കവടി വയ്ക്കുമ്പോൾ അറിയാം. അതിന് നമുക്ക് ഉപാസന ഉണ്ടാവുമല്ലോ. ഈ കവടി വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉപാസന ഉണ്ടാവും, രാവിലെ എഴുന്നേറ്റ് ഉപാസന പ്രാർത്ഥന ഉണ്ടാവും. അല്ലാത്തൊരു കവടി വെച്ച് ശരിയാവില്ല. അപ്പൊ അത് നമുക്ക് തെളിഞ്ഞു വരും, ഇന്ന കാരണം കൊണ്ടാണ്. കന്നിമൂലയിൽ ഏതെങ്കിലും മരം നടാൻ പാടില്ലെന്നുണ്ടോ? കന്നിമൂലയിൽ കറുക നടാം, വേറെ മരങ്ങളൊന്നും പാടില്ല. മരങ്ങൾക്ക് വലിയ പ്രശ്നമില്ല, കറുക നടാം. കറുക നല്ലതാ. കന്നിമൂല ഗണപതി
കന്നിമൂല ഗണപതിയെ കറുക നട്ട നല്ലതാ, വളരെ നല്ലതാ. പിന്നെ ഇത് എരിക്ക് ഒക്കെ നടുന്നത് നല്ലതാ. കന്നിമൂല വലിയ മരമൊന്നും നടാതിരിക്കാൻ നല്ലത്. വീട്ടിലെ കന്നിമൂല എരിക്കും മുരിങ്ങയും തെങ്ങും ഒക്കെ നിൽക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. വലിയ മരങ്ങൾ വിട്ടെന്താ കാരണം അറിയാം, ശാസ്ത്രം അത് മറിഞ്ഞു വീഴും കാറ്റൊക്കെ വരുമ്പോൾ. ആ വീട്ടിന് പ്രശ്നമില്ലേ, അത് വീടിന്റെ സമീപത്തൊന്നും വലിയ വൃക്ഷങ്ങൾ വെക്കാതിരിക്കാൻ നല്ലത്. ഈ പുള്ളിയിൽ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ കന്നിമൂല എപ്പോഴും ഉയർന്നു കിടക്കണം എന്ന് പറഞ്ഞു. ഞാൻ കളിച്ചില്ല, ഞാൻ പിറ്റേന്ന് 2 ടിപ്പർ മണ്ണടിച്ചു. കന്നിമൂല ഉയർന്നു കിടക്കണം. അപ്പൊ വീട്ടിൽ ഭയങ്കര വഴക്കായി, നിറയെ കിടന്ന മുറ്റത്ത് മണ്ണടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് മുളച്ചു കെട്ടി ശരിയാവും പൊക്കി വെച്ചേക്കാം. ഇപ്പൊ ചില 4 പൊക്കത്തിലാകുന്ന കന്നിമൂല. അത് നല്ലതല്ലേ. അത് പിന്നെ അതായത് കിഴക്ക് വശം നമ്മളൊരു ഭൂമി എപ്പോഴും കിഴക്ക് വശം താന്നും വടക്ക് വശം താന്നുള്ള ഭൂമിയാണ് എപ്പോഴും നല്ലത്. തെക്ക് വശം എപ്പോഴും പടിഞ്ഞാറ് വശം പൊങ്ങിയിരിക്കണം. തെക്കാണല്ലോ തെക്ക് പടിഞ്ഞാറ്, പൊങ്ങിയില്ലേ മൊത്തം, പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമുക്കറിയാം ആ വീടിന്റെ ഐശ്വര്യം എന്താണ്. തെക്ക് കിഴക്ക് മൂലയിൽ മതിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടിഞ്ഞു പൊളിച്ച് ഉടനെ ശരിയാക്കണം. മൂലയിൽ വല്ല മതിലൊക്കെ ഉണ്ടെങ്കിൽ മതിലൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കിയില്ലെങ്കിൽ നമുക്ക് ധനയിരിക്കില്ല വീട്ടിൽ. ഒരുപാട് കാര്യങ്ങളുണ്ട്, വാസ്തുവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീടിന് മാത്രമല്ല ചുറ്റുമതിലും പ്രശ്നങ്ങളാണ്, ഒക്കെ പ്രശ്നങ്ങളാണ്, ഒക്കെ നോക്കണം. വരുത്തുപോക്ക് എങ്ങനെയാണ്? വരുത്തുപോക്ക് തന്നെ ക്ഷേത്രങ്ങളോട് സമീപിച്ച് നമ്മൾ ഒരിക്കലും ശിവക്ഷേത്രം, മഹാദേവന്റെ ക്ഷേത്രം, അതേപോലെ ഭദ്രകാളി ക്ഷേത്രം, നരസിംഹക്ഷേത്രം, ഇതിൻ്റെ അടുത്തൊന്നും വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിപ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാനൊരു സ്ഥലം മേടിക്കുക, ഇത് നോക്കാവോ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അടുത്തൊരു ദേവീക്ഷേത്രം ചോദിക്കും, ഉണ്ട് ഇന്ന സ്ഥലത്തിൽ, നമുക്ക് നോക്കുമ്പോൾ അറിയാം തെക്ക് വശത്താണോ, അപ്പോൾ ഇന്ന സ്ഥലത്ത് നമുക്ക് പറയുമ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയും. അപ്പോൾ ആ സ്ഥലം നമ്മൾ മേടിക്കാതിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ നല്ലൊരു സ്ഥലമാണ്, വില കുറച്ച് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അടുത്തൊരു സ്ത്രീ ഉണ്ട്, അവർ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നു പറയും. അത് സത്യമായത് നമുക്ക് തോന്നണതാ. അപ്പോൾ ഇതെങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ ആ സമയത്ത് തോന്നണ പറയണത് അത് സത്യമാണ്, എപ്പോഴും പ്രശ്നമാണ് അവർക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വസ്തു വാങ്ങാൻ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? അത് നോക്കണം, കബഡി വെച്ച് നോക്കണം. അല്ലാതെ പറയാനുള്ള ഒരു സ്ഥിതിയൊന്നും എനിക്കില്ല. അമ്മയുടെ ഈ സിംപ്ലിസിറ്റിയാണ് ആളുകൾക്ക് ഇഷ്ടം. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല. എനിക്ക് സിദ്ധിയൊന്നുമില്ല, ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. വേറെ ആരെങ്കിലും ഇപ്പൊ പറഞ്ഞു കാര്യം പറയണമല്ലോ. പിന്നെ നമ്മളിപ്പം എന്തെങ്കിലും കാര്യം നടക്കുമെന്ന് വെച്ചാൽ ഭഗവാനെ ഹനുമാനെ ഞാൻ ചെറുപ്പത്തെ പ്രാർത്ഥിക്കും, ഉപാസകരൊന്നുമല്ല, ഭദ്രകാളി ഉപാസന. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് യെസോർനോ ചില ആൾക്കാർ വരുമല്ലോ, ചില ആൾക്കാർ വന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, ഓട്ടുവായിട്ടിലും വലിയ ബുദ്ധിമുട്ടാ, ഉറക്കം വരെയൊക്കെ ചെയ്യും. ഭയങ്കര നെഗറ്റീവ് എനർജിയുടെ പ്രശ്നം ഉണ്ട്, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പോകാൻ തോന്നൂല. അപ്പോൾ എൻ്റെ മോള് പറയും അമ്മ ഉറക്കം തൂങ്ങാൻ എനിക്ക് ഇരിക്കാൻ പറ്റില്ല അവിടെ. അപ്പം ഞാൻ ഈ കരിങ്കാലിമാലയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും കാര്യമില്ല. അപ്പം ഞാൻ ഭഗവാനെ കണ്ണടച്ച് പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് കാർമേഘ വരിക, അപ്പം അവരെടുക്കരുതെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെന്ത് ചെയ്യും, അത് നമ്മളെ ആശ്രയിച്ച് വന്നേക്കുക. അപ്പോൾ ഭഗവാൻ ഒരു വഴിപാട് വിചാരിച്ചു, വെറ്റിലമാല വിചാരിച്ചിട്ട് ഞാൻ എടുക്കും, നോക്കും. ഈ ഹനുമാൻ ഉപാസന ചെയ്യുന്ന ഇച്ചിരി റിസ്ക് ഉള്ള ഉപാസന ഇല്ല എനിക്ക്, പ്രാർത്ഥന. ഉപാസന റിസ്ക്കാ, ഭയങ്കര പ്രശ്നമാണ്. അവിടെ പൂജാരികൾക്കൊന്നും ഉപാസന ഉണ്ടാവില്ല, പാടില്ല. ഉപാസന വലിയ ബുദ്ധിമുട്ടാ. ഹനുമാൻ ഉപാസന നമുക്ക് ഹനുമാൻ ഉപാസനയ്ക്ക് ബ്രഹ്മചര്യമൊക്കെ നോക്കേണ്ടി വരും. എനിക്ക് ഉപാസനയില്ല, പ്രാർത്ഥനയാണ്, ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്നത്. ചോദിക്കാൻ കാര്യം, പണ്ട് ഈ ഹനുമാൻ എൻ്റെ ഒരു ഫേവറേറ്റ്, പ്രാർത്ഥിക്കാൻ നമുക്ക് ഹനുമാനെ. അല്ല അങ്ങനെയല്ല, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ പണ്ട് ഞാൻ ഈ +2 പഠിക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഹനുമാന്റെ ലോക്കറ്റ് വാങ്ങി എൻ്റെ കഴുത്തിലിട്ട് മാലയുടെ കൂട്ടത്തിൽ. അപ്പൊ പക്ഷെ എന്നെ ഒരു വഴക്കൊന്ന് അഴിപ്പിച്ചു വെച്ചു. ചെറുപ്പത്തിലൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല ലോക്കറ്റൊക്കെ. എൻ്റെ വീട്ടിൽ ഹനുമാന്റെ ഫോട്ടോ ഓഫീസിലുണ്ട്, വീട്ടിൽ വെച്ചിട്ടില്ല. ഇത് വെക്കാം, പട്ടാഭിഷേകം, അതിനകത്ത് ഹനുമാൻ ഉണ്ടല്ലോ, പട്ടാഭിഷേകം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു തെലുങ്ക് സിനിമ ഉണ്ട്, ഹനുമാൻ എന്ന് പറഞ്ഞിട്ടൊരു പടം, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഹനുമാനെ ഉപാസിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ പോയിട്ട് അയാൾ കുറെ പ്രശ്നങ്ങളിലൊക്കെ നേരിടുന്ന അവസാനം ഹനുമാൻ രക്ഷിക്കാൻ വരുന്നത്. അതിനകത്ത് അവസാനം പറയുന്നത്, അപ്പൊ ഇയാള് വിവാഹം കഴിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച വരുമ്പോൾ ഹനുമാൻ തന്നെ ഇവനോട് പറഞ്ഞു, നീ വിവാഹം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ ശ്രീരാമന്റെ ഭക്തനായിരുന്നു, അപ്പൊ എനിക്ക് വിവാഹം വേണ്ടാന്ന് വെച്ചത് ഞാൻ ഭഗവാനെ ഇതാക്കാൻ വേണ്ടി. പക്ഷെ എന്നെ ഉപാസിക്കുന്നവരോ ദർശിക്കുന്നവരോ അല്ല പ്രാർത്ഥിക്കുന്നവരോ വിവാഹം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കേട്ടില്ല. ഹനുമാനെ ഉപാസിക്കുന്നവർ സാധാരണ ബ്രഹ്മചാരികളായിട്ടാണ് കാണുന്നത്, ഒന്നിലൊരു പ്രായം കഴിഞ്ഞിട്ട്. പക്ഷെ എൻ്റെ അമ്മമ്മയുടെ അച്ഛൻ ഹനുമാൻ ഉപാസകനായിരുന്നു. ഈ വെറ്റില വെച്ചിട്ട് പശുതോട്ടമൊക്കെ ചെയ്യും, കൊട്ടാരത്തിൽ ജോത്സ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം കുടുംബം നോക്കാറുണ്ടായില്ല, അമ്മുമ്മയും ഒന്നും നോക്കാറില്ല. അങ്ങനെയാണ് അമ്മൂമ്മ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അമ്മൂമ്മയൊന്നും നോക്കാറില്ല. ഈ ഞങ്ങൾക്ക് സ്വത്തൊക്കെ ഉണ്ടായത് മുത്തശ്ശനായിട്ടാണ് ഉണ്ടാക്കി തന്നതൊക്കെ. അപ്പോൾ കുടുംബജീവിതത്തിലൂടെയൊക്കെ വിരക്തിയുള്ള ആളായിരിക്കുന്ന പറയണത്.
എനിക്ക് ഉപാസനയില്ല, ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ഭഗവാൻ സാന്നിധ്യം വരാറുണ്ട്, അതെനിക്കറിയാം. ഈ വരുത്തുപോക്ക് കാണാൻ പറ്റും നമുക്ക്? വരുത്തുമൊക്കെ കാണുകയല്ല, നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വരുത്തുമൊക്കെ ചിലർ പറയും ഇങ്ങനെ വരുത്തടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടിച്ചിട്ടു അഗ്നികോണം പോകുന്ന പോലെ കണ്ടു, ഒക്കെ വെറുതെ പറഞ്ഞതായിരിക്കും. ചുമ്മാ. വരുത്തുപോക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ട്, ദാമ്പത്യ ബുദ്ധിമുട്ട്, ഇത് രണ്ടും ബുദ്ധിമുട്ടായി തീർന്നില്ലേ പരിപാടി. അപ്പോൾ ക്ഷേത്രങ്ങളുടെ അടുത്ത് കഴിയുന്നതും വീടുകൾ വയ്ക്കാതിരിക്കുക. ഭദ്രകാളി ക്ഷേത്രം, ശിവക്ഷേത്രം, അതിൻ്റെ അടുത്തൊക്കെ വീട് വയ്ക്കാതിരിക്കുക. ആൾക്കാർ പറയുകയൊക്കെ ചെയ്യും, എൻ്റെ അടുത്ത് വന്ന് ഭഗവാൻ വന്നു എന്നൊക്കെ പറയും. അതൊക്കെ മനുഷ്യന് തോന്നലുകളാണ്. ഇപ്പം നമുക്ക് തോന്നുകയാണ് ഭഗവാൻ നമ്മൾ ഒരു കാര്യം തന്നെ നിലച്ചുകൊണ്ട് കിടന്നു തുടങ്ങി നമുക്ക് രാത്രി സ്വപ്നം കാണും. അത് കാണും തീർച്ചയായിട്ടും. നമ്മൾ എന്താണോ രാത്രി ചിന്തിക്കുന്നത് അതല്ലേ ഈ മാനിഫെസ്റ്റേഷനിൽ പറയണത്. രാത്രി നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്ക് ധനം വേണമെങ്കിൽ ധനത്തെപ്പറ്റി ചിന്തിക്കാം, ധനം വരുന്നതായിട്ട് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ രാവിലെ ചിന്തിക്കുമ്പോൾ നമുക്ക് മാർഗ്ഗങ്ങൾ കാണും. പോസിറ്റീവ് എനർജി എന്ന് പറയും, പോസിറ്റീവ് തിങ്കിങ്. അപ്പോൾ ഈ പണ്ടൊക്കെ ഗോസ്റ്റിൻ്റെ കഥയൊക്കെ ഉണ്ടായിരുന്നു പുസ്തകങ്ങൾ. അന്ന് ടി വിയിലൊന്നുമില്ലല്ലോ. അപ്പം ഞാനൊരു ഗോസ്റ്റിൻ്റെ കഥ വായിച്ചു. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴുത്ത് പിടിഞ്ഞേക്കുമ്പോൾ അച്ഛൻ കുരിശ് കാണിക്കും നിൽക്കണേക്ക് ഒരു കഥ വായിച്ചു. എൻ്റെ ദൈവമേ, രാത്രി മുഴുവൻ ഈ പ്രേതങ്ങളായിരുന്നു കണ്ടത്. അതിപ്പോൾ നിർത്തി. അപ്പോൾ രാത്രി അതിലേ പറയണത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് കിടക്കണം എന്ന്. തത്പുരുഷായ വിദ്മയെ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്, അല്ലെങ്കിൽ നമ്മൾ ശിവായ എല്ലി കടന്നു കഴിഞ്ഞാൽ നമ്മളിതൊന്നും കാണില്ല. പിന്നെ ആലത്തൂർ ആഞ്ജനേയ എന്നെ കാക്കണേ എന്നൊക്കെ പണ്ട് കൊച്ചിയിലൊക്കെ പറഞ്ഞു തരില്ലേ. അതൊക്കെ നമ്മൾ എന്താണോ ചിന്തിക്കണത്, എന്താണോ വായിച്ചു കിടക്കണത്, പിറ്റേ അത് രാത്രി സ്വപ്നം കാണും. അതാണ് സത്യം.